സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് എന്നൊക്കെ അതെങ്ങനെയാണ് കമ്പനീസൊക്കെ അതിലേക്ക് എന്താണ് അവിടെ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഇനി സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന നിഫ്റ്റി സെൻസസ് എന്ന 2 വേർഡ്സ്, ഞാൻ വേർഡ്സ് എന്ന് പറയാൻ കാരണം ഒട്ടും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അത് രണ്ടും വെറും വേർഡ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ അതിനെ പറഞ്ഞത്. ഈ നിഫ്റ്റി എന്താണ്, സെൻസസ് എന്താണ് എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയാത്തവരായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബിഗിനർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്ന ഈ 2 വീഡിയോസ് നിങ്ങൾ എന്തായാലും തീർച്ചയായും കാണണം. കാരണം ഇതിന്റെ ഒരു ബേസിക്സ് ആണ് അത്. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ എന്ത് ചെയ്യും, നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര നാള് നമ്മൾ ഹോൾഡ് ചെയ്യും, അതിനെ പറയുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ കീഴിൽ നമ്മളൊരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിനു ശേഷം നമ്മൾ ആദ്യം അവിടെ കുറച്ച് സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോമിന്റെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. തുടർന്നും മറ്റു പല പ്ലാറ്റ്ഫോമും കാണിക്കാനായിട്ട്, ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 2-3 തരമായിട്ട് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഹോൾഡിങ്ങിന്റെ ദിവസം നോക്കിയിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഷെയർസ് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രേഡിങ്ങിന് വേണ്ടി, അങ്ങനെ 2 സെക്ഷനാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ. ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും പിന്നെ ഒന്ന് ട്രേഡിങ്ങുമാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 365 ദിവസത്തിലധികം, അതായത് 1 ഇയറിൽ കൂടുതൽ ഒരു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഈ ഷെയർസ് എല്ലാം ഹോൾഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. അതായത് മോർണിംഗ് ഒരു 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, പ്രീ മാർക്കറ്റ് 9 മണിക്ക് ഓപ്പൺ ആവും. എന്നിട്ട് 9:15 മുതലേ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രാഡേ 9:15 അതിനുശേഷമോ എപ്പോ വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. 3:30 മാർക്കറ്റിന്റെ ക്ലോസ് വരുന്നത്. പക്ഷെ ഇൻട്രാഡേ ഒരുപക്ഷെ 3:15 മറ്റൊക്കെയാണ് ഇൻട്രാഡേ ക്ലോസിംഗിന്റെ ടൈം വരുന്നത്. അതിന്റെ ഇടയിൽ ഒരു സ്റ്റോക്ക് മേടിക്കുകയും ഈ 3:15 ആ സ്റ്റോക്ക് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും എല്ലാം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്ത് അത് അന്ന് തന്നെ അവസാനിക്കുകയാണ്. അതിൽ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് അന്ന് തന്നെ അവസാനിക്കുകയാണ്. ഓക്കെ, അതൊരിക്കലും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറുന്നില്ല. ഓക്കെ, അതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം. അതായത് ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒരു ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രേഡ് എടുത്ത് അതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളൊരു ലോങ് ടൈം ആയിട്ടൊരു സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ അത് ഡിസൈഡ് ചെയ്യുമെന്നതും, അതുപോലെ ഇൻട്രാഡേ ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇറ്റ്സ് മീ ജനീഷ് മാറിജോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വാട്ട് ഈസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? എന്താണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? ഒരു സ്റ്റോക്കിന്റെ ഡെലിവറി എടുത്തുകൊണ്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു 1 ഇയറോ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെയാണ് അതിന് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇപ്പോൾ തരാം. ഓക്കെ, അപ്പം നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫണ്ടമെന്റലായിട്ട് ആ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ആ വ്യക്തി നമ്മുടെ അടുത്ത് പറയുകയാണ്, ഇതിന്റെ ഷെയർ നമുക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാം, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു വ്യക്തിയുടെ, നമ്മുടെ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ഒറ്റയടിക്ക് നമ്മൾ പോയി ആ ഫേമിന്റെ പാർട്ട്ണർഷിപ്പ് നമ്മൾ എടുക്കും? ഇല്ല. നമ്മൾ ആദ്യം തന്നെ ആ കമ്പനീനെ കുറിച്ച് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ അറിയും. കഴിഞ്ഞ ഇയറിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ തൊട്ട് ആ കമ്പനിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ കമ്പനീനെ കുറിച്ച് നമ്മൾ പേഴ്സണലി നമ്മൾ അന്വേഷിച്ചറിയും. എന്തിനു വേണ്ടി? അത് എന്തിനു വേണ്ടിയാ? നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി. നമ്മൾ ആ ഫേമിന്റെ പാർട്ട്ണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാവും എന്ന് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്കിലേക്ക് ഒരു കമ്പനിയിലെ ഷെയർ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിന്റെ മാക്സിമം നമുക്ക് അതിന്റെ ഗ്രോ ചെയ്യാനും മാക്സിമം പ്രോഫിറ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം തരത്തിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നത് ഈ വീഡിയോയിൽ കുറച്ച് ഞാൻ പറയാം. എന്നിരുന്നാലും ഇനി തുടർന്നുള്ള വീഡിയോസിൽ ഒറ്റയടിക്ക് എല്ലാതും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിലേക്ക് കിടക്കാം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകതയെക്കുറിച്ചും അടുത്തതായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആവശ്യകത എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുന്നത്? മറ്റെന്തിനേക്കാളും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നേക്കാളും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതേക്കാളും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അത് എന്തിന് നമ്മൾ ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ഒരു വ്യക്തി ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ക്യാപിറ്റൽ വളരെയധികം ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഗെയിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിവിഡൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ പല കമ്പനീസിലും ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതായത് ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിങ് നമുക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ഷെയറിങ്ങിന് നമുക്ക് അർഹതയുണ്ട്. ശരിക്കും നമ്മൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആ കമ്പനിയുടെ ഒരു ആദ്യ ഓണറായി മാറുകയാണ് സത്യത്തിൽ നമ്മൾ ഈ ഷെയർ വാങ്ങുന്നത് വഴി. അപ്പോൾ ആ കമ്പനിയിൽ നടക്കുന്ന പ്രോഫിറ്റ് ഷെയറിങ്ങിൽ നമുക്കും ഒരു അവകാശം ഉണ്ട് സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഷെയറിന്റെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കമ്പനിയുടെ ഡിവിഡൻഡിന് കൂടി നമുക്ക് അർഹത കിട്ടുകയാണ് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വഴി നമുക്ക് ലഭിക്കുന്ന ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളും തന്നെ നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് കാണാവുന്ന തരത്തിൽ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പല സൈറ്റുകളിൽ പോയിട്ടും ഈ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു ലോങ് ടൈമിലേക്ക് നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് ആ ഒരു സ്റ്റോക്കിനെ നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ടെക്നിക്കൽ വ്യൂസും നമ്മൾ നോക്കണം. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്ന പോലെയൊന്നും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ കുറച്ച് ചാർട്ടുകളിലൂടെയും പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലൂടെയും നമുക്ക് എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചിട്ടും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ചില ന്യൂസുകൾ മാർക്കറ്റിനെ പെട്ടെന്ന് തന്നെ എഫക്ട് ചെയ്യുന്ന പല ന്യൂസുകളും വരാം. പക്ഷെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോഴും
ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പ്രത്യേക ട്രെൻഡിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് സത്യത്തിൽ. കാരണം ഒരു സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് തന്നെ പോവില്ല. അതിന് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ആണ് എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ കോവിഡൊക്കെ വളരെയധികം കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ആണത്. മാർക്കറ്റിലെ പല ന്യൂസുകളും പെട്ടെന്ന് ഇപ്പോൾ എന്റർടൈൻമെന്റ് സെക്ഷൻസ്, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രികൾ, അവരൊക്കെ ഈ കോവിഡ് വളരെയധികം എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കോവിഡ് വളരെയധികം കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സെക്ടറുകൾ, അതുപോലെ ടൂറിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ നേരിടുകയാണെങ്കിൽ പല ഷെയറുകളും ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ ന്യൂസുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഷെയർ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ആ ട്രെൻഡിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മിറാക്കിൾ തന്നെയാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രേഡ് എടുത്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ്, നമ്മുടെ ക്യാഷ് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ റിലയൻസിന്റെ ഷെയർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷം, ഞാനൊരു ചെറിയൊരു ഹോംവർക്ക് എല്ലാവർക്കും തരാണ്. നിങ്ങൾ നെറ്റ് എടുക്കുക, ഗൂഗിൾ എടുക്കുക, റിലയൻസിന്റെ ഒരു 10 വർഷം മുന്നുള്ള ഷെയറിന്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കണ്ടുപിടിച്ചവർ എല്ലാവരും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് റിലയൻസിന്റെ 10 വർഷം മുന്നേ, റിലയൻസ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരിക്കലും ഒരു ഷെയറിന്റെ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ തരുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ചാനൽ തന്നെ പഠിക്കാനുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ റിലയൻസിന്റെ ഷെയർ എടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷം മുന്നത്തെ റേറ്റ്, ഒരു 10 years ബാക്ക് റേറ്റ് എത്രയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ആ റേറ്റും ഇന്നത്തെ റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയാണെന്ന്, ഒരു 1 lakh 10 വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തൊരു ആൾക്ക് ഇന്ന് എത്ര കിട്ടും എന്ന് തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ എനിക്ക് കാണണം. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ലൊരു റിട്ടേൺ ആയിരിക്കും. ഞാൻ വളരെ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിട്ടേൺ നമുക്ക് ഭാവിയിൽ കിട്ടും. ലോങ് ടൈം ഇൻട്രാഡേ ചെയ്യുന്നതിനേക്കാളും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, ഒരു സംശയം കൂടാതെ ഞാൻ പറയും. പിന്നെ ഈ ലോങ് ടൈമിലേക്കും അതുപോലെ ഇൻട്രാഡേ ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈം ബൈങ്, ഇപ്പൊ 1 lakh നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ 1 lakhന്റെ ട്രേഡ് മാത്രമേ നമുക്ക് ലോങ് ടൈമിലേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഫണ്ടിന്റെ ട്രേഡ് ഒരിക്കലും ലോങ് ടൈമിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു 1 lakh rupees ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അതിന്റെ 5 മടങ്ങോ 10 മടങ്ങോ ലിവറേജ് നമ്മുടെ ബ്രോക്കിംഗ് കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ട്രേഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഹ്യൂജ് ലെവൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇൻട്രാഡേ. പക്ഷെ നമ്മൾ ടെക്നിക്കലി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് എമൗണ്ട് തന്നെ നമുക്ക് ലോസ് സംഭവിക്കും. അത് തീർച്ചയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഇൻട്രാഡേ ആയാലും ലോങ് ടൈം ആയാലും തീർച്ചയായിട്ടും ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ലോങ് ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എങ്ങനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുക എന്നതും, അതുപോലെ ടെക്നിക്കലായിട്ട് പല ഷെയറുകളും പല രീതിയിൽ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇനിയും ഡിമാറ്റ് അക്കൗണ്ട് ആരും ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതല്ല എങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഷെയർ മാർക്കറ്റിൽ ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.